വിഷ്ണുവിന്റെ കുറവറിയിക്കാതെയാ ശാലിനിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ? ശാലിനി വിഷ്ണുവിന്റെ ഭാര്യ ആയതുകൊണ്ടാ. വിഷ്ണുവിന്റെ അച്ഛനെയും അമ്മയും അവള് സ്വന്തം അച്ഛനെയും അമ്മയും പോലെയാ നോക്കുന്നത്. ശാലിനി നമ്മളിങ്ങനെ കുറ്റം പറയുന്ന ഒന്നുമേ അവനറിയരുത്. അപ്പൊ അറിഞ്ഞാലേ അവനോട് കിടന്ന് ബഹളം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉപകാരങ്ങൾ എഴുതുന്ന അവന്റെ ഭാര്യയെ നമ്മൾ കുറ്റം പറയുന്നത് ശരിയാണോ? അവനിപ്പോ ഇതാണ് കേട്ടോണ്ടോന്ന് എന്തോ ചെയ്യും? പറഭാമേ, അവൻ കേട്ടോണ്ടോന്നെങ്കിൽ എന്തോ ഇതാണ്? അച്ഛനിത് ആരുടെ കാര്യം പറയണേ? വേറെ ആരുടെ കാര്യമാ? വിഷ്ണുവിന്റെ കാര്യം തന്നെ. ഇത്ര ഉപകാരം ചെയ്ത് കൂടെ നിൽക്കുന്ന അവന്റെ ഭാര്യ വെച്ച് വെറുതെ ഓരോ നീ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാ ആർക്കാ സമയം ഉണ്ടായിരിക്കുന്നത്? അതുകൊണ്ടേ ഇതൊന്നും അവ അറിയണ്ട. എന്തോ നോക്കുന്നേ? വിഷ്ണു ഇതൊന്നും അറിയണ്ടെന്നാ പറഞ്ഞേ. അച്ഛാ അച്ഛാ അച്ഛൻ എന്തൊക്കെയാ പറയണേ? അച്ഛൻ ഞാനല്ലേ ഇവിടെ നിൽക്കണേ? അച്ഛൻ എന്തൊക്കെയാ? ഞാൻ വിഷ്ണുല്ലേ നിൽക്കണേ? നീയപ്പോ നീ പെട്ടെന്ന് ഇന്ന് ഡോക്ടറെ കണ്ടിട്ട് വാ. നമുക്ക് പോകാൻ പറ്റുമെന്ന് ചോദിക്കൂ. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലടാ, എല്ലാം മാറി. വേദനയൊന്നും ഇല്ലെന്നേ. ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് വാ. നമുക്കേ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അച്ഛൻ കിടക്ക്. എടാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാന്ന്. നമുക്ക് ഉടനെ പോവാം. അച്ഛനിപ്പോ ഒന്ന് കിടക്ക്. ഞാനേ അച്ഛനൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ബില്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. അല്ല, എന്നാ പിന്നെ അത് കഴിഞ്ഞ് പോവാല്ലേ? പോണം, വീട്ടിലേക്ക് പോണം. പോവാം. നിങ്ങൾ ആരാ? എന്തായി ചെയ്യുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? എടോ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേന്ന്? നിങ്ങൾക്കെന്താ കണ്ണില്ലേ? കാണാൻ പാടില്ലേ? ഞാൻ കുപ്പികളിൽ ലേബലൊട്ടിക്കുക. കുപ്പിയിലെ ലേബലൊട്ടിക്കേ? എന്തിന്? എടോ, എന്തിനാന്നല്ലേ ചോദിച്ചേ? ഇത് മദ്യക്കുപ്പികളാണല്ലോ. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഇങ്ങനെ അല്ല, നിങ്ങളെ ആരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? സെക്യൂരിറ്റി, സെക്യൂരിറ്റി! എന്താ എന്താ വിളിച്ച്? ഇതേ ഇവരെന്തൊക്കെയോ ചോദിക്കുന്നു. ആരാ ഇവരെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളെന്തിനാ ചോദിക്കാതെ പറയാൻ അകത്തേക്ക് കയറിയത്? ഞാൻ എന്റെ വീട്ടിലേക്ക് വരാൻ തന്നെ അനുവാദം ചോദിക്കണോ? നിങ്ങളുടെ വീടോ? ഇത് രോഹിത് സാറിന്റെ ഓഫീസാ. രോഹിത് സാറാ പറഞ്ഞിരിക്കുന്നത് ഒരാളെ അനുവാദം ഇല്ലാതെ അകത്തേക്ക് കയറ്റി വിടരുതെന്ന്. എന്നാലേ ആ രോഹിത് സാറിന്റെ ഭാര്യയാ ഞാൻ. എനിക്കിവിടെ വരാൻ ഒരാളുടെ അനുവാദം വേണ്ട. മാഡം പ്ലീസ്, രോഹിത് സാറിനോടും ചോദിക്കാതെ. ഒരു സാറിനോടും താൻ ചോദിക്കണ്ട. എന്താ ഇവിടെ ഒരു ബഹളം? പ്രശ്നം എന്താ സാർ? ഇവര് എന്താ എനിക്ക് വേണ്ടത്? അവരവരുടെ പണി ചെയ്യട്ടെ. ഇതാണോ പണി? ഈ മദ്യക്കുപ്പികളിൽ ലേബലൊട്ടിച്ച് ആളെ കൊല്ലുന്നതാണോ പണി? ഇതെന്റെ ബിസിനസ് ആണ്. ഇത് ബിസിനസ് അല്ല, കാശുണ്ടാക്കാനുള്ള എളുപ്പ വഴി. ഇത് ഈ വീട്ടിൽ പറ്റില്ല. ഇവിടെ എന്ത് ചെയ്യണം തീരുമാനിക്കാൻ ഞാനുണ്ട്. ഞാൻ പറയുന്നതും കേട്ട് അനുസരണയോടെ ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി.
നിങ്ങൾ നശിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക അല്ലേ? ഇനി എന്ത് നശിക്കാൻ? നശിക്കാൻ ഇനി ഒന്നുമില്ല. എല്ലാം നശിച്ച് നാറാണക്കൽ എടുത്തതിന് ശേഷമാ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ഇത് എന്തായാലും തുടങ്ങി. ഇനി ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും, ആരെതിർത്താലും. അഹങ്കാരമാ നിങ്ങൾക്ക്. ആ ചന്ദ്രബോസും സുസ്മിതയും കൂടെ ഉണ്ടെന്നുള്ളതിന്റെ അഹങ്കാരം. പക്ഷെ എന്തെങ്കിലും ഒരു ചതിവ് പറ്റിപ്പോയാ രോഹിത്തെ, അവരാരും സഹായത്തിനുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ജീവിതം തന്നെ വേണ്ടാന്ന് വെച്ചവനെ ഇനി എന്ത് വന്നാൽ എന്ത്, വന്നില്ലെങ്കിൽ എന്ത്, ഇവിടെ പല ബിസിനസ് നടക്കും. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അത് ഞാൻ ഉറപ്പു തരാം. അത് മാത്രമേ തരാൻ പറ്റൂ. പപ്പിയുടെ പപ്പിയായിട്ട് വരാനല്ല ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. പപ്പി വന്നില്ല. അല്ലെങ്കിലും മദ്യം വിതരണം നടത്തുന്ന വീട്ടില് അവള് വളരണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? നീ ഇവിടെ നിൽക്കണമെങ്കിൽ നിന്റെ കൂടെ പപ്പി ഉണ്ടാവണം. പോയി പപ്പിയെ കൊണ്ടുവാ. പപ്പി ഇല്ലാതെ നീ ഇതിനകത്ത് കയറണ്ട. കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഏത് സമയത്തും പോലീസ് വന്ന് കയറുന്ന വീട്ടിലല്ല എന്റെ മോള് വളരേണ്ടത്. എന്റെ മോൾക്ക് നല്ലൊരു ഭാവിയുള്ളതാ. അത് കളഞ്ഞു ഒളിക്കാൻ ഞാൻ തയ്യാറല്ല. നീ ഈ വീട്ടിൽ ജീവിച്ചു പോണമെങ്കിൽ നിന്റെ കൂടെ പപ്പി വേണം. പപ്പി ഇല്ലാതെ നിനക്കിവിടെ കഴിയാന്ന് വിചാരിക്കേണ്ട ശ്യാമേ. നീ ചെന്ന് പപ്പിയെ വിളിച്ചോണ്ട് വാ. എന്നിട്ട് നീ ഇവിടെ പുറത്താ മതി.